സുപ്രഭാതം പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോളിസി, അതിൻ്റെ നയം ഇവിടെ ആദ്യമായി തന്നെ അത് രൂപപ്പെടുത്തി അത് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് കൊണ്ടാണ് സുപ്രഭാതം പത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോളിസിയിൽ വളരെ അടിസ്ഥാനപരമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് മാത്രം മനസ്സിലാക്കിയാൽ സുപ്രഭാതം പത്രത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുപ്രഭാതം പത്രം വാർത്തകൾ പ്രസിദ്ധീകരിക്കാനുള്ളതാണല്ലോ. ഏതൊരു പത്രമാണെങ്കിലും വാർത്തകൾ പ്രസിദ്ധീകരിക്കാനുള്ള മാധ്യമം. സുപ്രഭാതം പത്രം അതിൻ്റെ പോളിസിയിൽ വളരെ ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഏത് വാർത്തകളും സത്യസന്ധമായ നിലക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വാർത്തകൾ രണ്ട് വിധമാണ്. നന്മകളുള്ള വാർത്തകളുണ്ടാവും, തിന്മകളുള്ള വാർത്തകളുണ്ടാവും. വാർത്തകളെ രണ്ടായി നമ്മൾക്ക് തരംതിരിക്കാൻ സാധിക്കും. സുപ്രഭാതം പത്രത്തിൻ്റെ പോളിസി പറയുന്നു, നന്മയുള്ള ഏതൊരു വാർത്തയും പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ വായനക്കാരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിലായിരിക്കണം ആ വാർത്ത പ്രസിദ്ധീകരിക്കേണ്ടത്. തിന്മയുള്ള ഏതൊരു വാർത്ത പ്രസിദ്ധീകരിക്കുകയാണെങ്കിലും ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ആ വാർത്ത പ്രസിദ്ധീകരിക്കേണ്ടത്. ഈ ഒരു തത്വം, അടിസ്ഥാനപരമായി ഒരു തത്വം പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. നന്മകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതാണ് സുപ്രഭാതം ലക്ഷ്യമാക്കുന്നതും അതിൻ്റെ പ്രവർത്തന രീതിയും അതാണ്. സുപ്രഭാതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ, അതിൻ്റെ വിജയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, അതിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് പറയുമ്പോൾ, അതെല്ലാം യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രത്യേകതകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥ സുപ്രഭാതം പത്രത്തിനുണ്ടായത്? അത് സമസ്തയുടെ മഹത്വമാണ്, സമസ്തയുടെ പ്രത്യേകതയാണ്.